ഹായ് കൂട്ടുകാരെ, കോൺസ്റ്റന്റ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുകുന്ദനെ മഹിമയുടെ ഫ്രണ്ട്സ് കളിയാക്കണേ, കോളേജ് വെച്ചിട്ട് കളിയാക്കണം. നിങ്ങൾക്ക് കേസൊന്നും കിട്ടാറില്ല, അഥവാ കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അതൊക്കെ പൊളിയാറേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കേസൊന്നും ആളുടെ കാലൊക്കെ പിടിക്കാറുണ്ട് പറഞ്ഞിട്ട് മുകുന്ദനോട് പറഞ്ഞു കേട്ടോ. അതൊക്കെ നമ്മുടെ ഗൗരിയമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സംസാരിക്കണമൊക്കെ മഹിമ വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരുള്ള സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗൗരിയമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഗൗരിയമ്മ പറയാം, അപ്പം തന്നെ ആ പിള്ളേരെ തല്ലിക്കൊല്ലാതിൻ്റെ കൊണ്ട് പറയണം. അപ്പോൾ മുകുന്ദൻ പറയും, ഹലോ മാഡം, ഞാൻ മാറിയിട്ടിരിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് കൊണ്ട് പറയും. അത് ശരിയാണല്ലോ അല്ലേ പണ്ട് ഗൗരിയമ്മയും പറയണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഗൗരിയമ്മ പറയും, ഇതൊക്കെ മഹിമ അറിഞ്ഞോ ഈ പ്രശ്നങ്ങളൊക്കെ? ഇല്ലമ്മേ, ഞങ്ങൾ സംസാരിച്ച് പോയി കഴിഞ്ഞിട്ടാണ് അവൾ വന്നത്. അവൾ അറിയാണ്ടിരുന്നത് ഏറ്റവും ഭാഗ്യം, അല്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കോളമാക്കിയിട്ടാണ് കൊണ്ട് പറയണം. പിന്നെ കോളേജല്ലേ, അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും. ഞാൻ വന്നതിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയി പറഞ്ഞാൽ എല്ലാവരും വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ, അതാണ് ഞാൻ പിന്നെ മിണ്ടാണ്ട് വന്നത് വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ഗൗരിയമ്മ ഇതൊക്കെ കേട്ടതും സഹിക്കാൻ പറ്റുന്നില്ല ഗൗരിയമ്മയ്ക്ക്. അപ്പോൾ ഗൗരിയമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട മോനെ, നീ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കണം. അപ്പം നിന്നെ ദ്രോഹിച്ച ആൾക്ക് ദൈവം അപ്പം തന്നെ ശിക്ഷ കൊടുത്തോളൂ, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട വേണ്ടി പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കും, ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മഹിമയ്ക്ക് സഹിക്കാൻ പറ്റില്ല. വക്കീലിനല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൗരിയമ്മ പറഞ്ഞത് കേട്ട് നമ്മുടെ മഹിമ പറയും, ദൈവമൊന്നും കൊടുക്കില്ല, ഇപ്പം തന്നെ ഞാൻ കൊടുക്കും, ഞാൻ തന്നെ കൊടുക്കും പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ കോളേജിലേക്ക് പോകും കേട്ടോ. അവരാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാനഡയ്ക്ക് പോകണ്ട, അഭി ചോദിക്കാം, നമുക്ക് കാനഡയ്ക്ക് പോകണ്ട, എപ്പോഴാണ് പോകണത് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവളുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മഹിമിൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. മഹിമ ആ ഹെൽമെറ്റും കൊണ്ട് വന്നിട്ട് ആ പറഞ്ഞ ആളുടെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അവർ പെട്ടെന്നായതുകൊണ്ട് ഷോക്കായി. അപ്പോൾ എന്താ മഹിമ നീ ചെയ്യേണ്ടത്, എനിക്ക് വട്ടായോ? എനിക്ക് വട്ടല്ലടാ, നിങ്ങൾ എന്തൊക്കെയാണ് വക്കീലിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വക്കീലിനെ കുറിച്ച് എന്തറിയാൻ വേണ്ടിട്ട് പറയണത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം അഭി പറയും, നിൻ്റെ അത് ആരാണ് വേണ്ടിട്ട് ചോദിക്കണേ. അപ്പോൾ അത് ആരെങ്കിലും ആവട്ടെ, നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അയാൾ ആരാണെന്ന് എനിക്കറിയാൻ വേണ്ടിട്ട് പറയണേ. അതുകൊണ്ട് പിന്നെ പറയും, അയാൾക്ക് കേസൊന്നും കിട്ടാറില്ല മഹിമയെ വേണ്ടി പറയണേ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അയാളൊരു നല്ല മനുഷ്യനാണ്, നിനക്കൊരു ജോലി ഉണ്ടാകും, പക്ഷേ നീ മറ്റുള്ളവരെ സഹായിക്കില്ല, നിന്നെ മാത്രം നീ സഹായിക്കുള്ളൂ. അതേസമയം നമ്മുടെ വക്കീലാണ് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കും, അയാളുടെ സ്വന്തം കാര്യമെല്ലാം നോക്കുക പറഞ്ഞിട്ട് പറയണം. അയാളൊരു നല്ലൊരു മനുഷ്യനാണ് പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദനെ കുറിച്ചുള്ള എല്ലാം പറയണം കേട്ടോ. അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് സഹിക്കണില്ല, അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, അടുത്തുള്ള ഒരു ഫ്രണ്ട് പറയും, ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങളെ തല്ലിയിട്ട് നീ ഇതിൽ കൂടെ നടക്കും, ഞാൻ ഇതിൽ കൂടെ തന്നെ നടക്കും, അല്ലാണ്ട് ഞാൻ വേറെ ഇതിൽ കൂടെ നടക്കും. നിങ്ങൾക്കൊക്കെ എന്താണ് വക്കീലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, വക്കീൽ ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണം കേട്ടോ. എന്തായാലും ആ തലമണ്ടയ്ക്കിട്ട് കൊടുത്തത് എന്തായാലും ഭീഷണിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ മഹിമ എന്തായാലും നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.